കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഇന്ന് വരെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താത്ത ഒരു പൊതുജനങ്ങൾക്ക് വേണ്ടി ഒരു ആവശ്യം ഒരു അധികാര കേന്ദ്രങ്ങളിലോ പൊതുസമൂഹത്തിന്റെ മുന്നിലോ ഉന്നയിച്ചിട്ടില്ലാത്ത AC റൂമിലിരുന്ന് ചാനൽ റൂമിലിരുന്ന് നാട്ടുകാരെ വിചാരണ ചെയ്ത് മാത്രം ശീലമുള്ള ഒരു സ്ത്രീയെ പിടിച്ച് MLA പാർട്ടിയുടെ സ്വാധീനം ഉപയോഗിച്ച് MLA ആക്കി അവർക്ക് അമ്പവും കുന്തവും ഇല്ലാത്ത ആളുകളെ പിടിച്ച് മന്ത്രിയാക്കിയതിന്റെ ദുർഗതിയാണ് കേരള ജനത ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലേ? അതല്ലേ സത്യം? അങ്ങനെയുള്ള ആ സ്ത്രീ വന്നിട്ട് ഒരു തോളിത്തൂക്കി ഒരു ബാഗുമായിട്ട് വരിക. ബാഗിന്റെ പേരെന്താ? 1,10,000 രൂപ വിലയുള്ള അർമാനി എന്നാണ് സബ്ജക്ട് കറക്ഷൻ. എനിക്ക് ഞാനിങ്ങനെ ബ്രാൻഡഡ് സാധനങ്ങൾ ഉപയോഗിക്കാത്തതുകൊണ്ട് ഈ കടയിൽ 500 രൂപയുടെ 600 രൂപയുടെ ബാഗാണ് എന്റെ തോളിൽ കിടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതിന്റെ പേര് അറിഞ്ഞൂടാ. അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ഒരു കാര്യം എനിക്കറിയാം, ലക്ഷക്കണക്കിന് രൂപയുള്ള ബാഗും അതുപോലുള്ള ആടയാഭരണങ്ങളും വസ്ത്രങ്ങളും ഇട്ടുകൊണ്ട് ഫാഷൻ പരേഡ് നടത്തുന്ന വീണ ജോർജ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അപമാനമാണ്. ആക്ടിങ് മാത്രമേ ഉള്ളൂ. ഓസ്കാറിന് നല്ല നടിക്കുള്ള അവാർഡ് ഒരു കങ്ങാരിയുമുണ്ട്. പ്രിയപ്പെട്ടവരെ, അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചോട്ടെ, അവർക്ക് ഇഷ്ടമുള്ള ബാഗ് കൈ കൊണ്ടിറങ്ങോട്ടെ. അത് അവരുടെ വീട്ടിൽ നിന്നോ അവരുടെ ഭർത്താവിന്റെയോ അച്ഛന്റെയോ അവരുടെയോ കാശ് കൊണ്ട് വാങ്ങിച്ചാൽ നമുക്ക് തർക്കമില്ല. പക്ഷേ പാവപ്പെട്ട പൊതുജനങ്ങൾക്ക് ഈ ജില്ലാ ആശുപത്രിയിൽ ഇപ്പൊ എന്റെ കൈ മുറിഞ്ഞു, ഞാൻ ഇതും കൊണ്ടുവന്ന ആശുപത്രിയിൽ ചെന്ന ഡോക്ടർ പറയും ഒരു സൂചിയും പഞ്ഞിയും പിന്നെന്താ എല്ലാം കൂടി വാങ്ങിച്ചു കൊടുക്കാൻ പറയും. അതുകൊണ്ട് പേടിച്ചിവിടെ ആ കാശോട്ടെ സ്വകാര്യ ആശുപത്രി പോയിക്കൂടെ? ഈ സർക്കാർ ആശുപത്രി നമ്മുടെ നികുതി പണം വാങ്ങി വായിച്ച് ഇതൊക്കെ ചെയ്യേണ്ട സ്ഥാനത്ത് അത് ചെയ്തു കൊടുക്കാത്ത ഒരു സർക്കാർ വീണ ജോർജിന്. പിണറായി വിജയന്റെ കാര്യം ബഹുരസം. വീട്ടിലൊരു വീണയുണ്ട്, മന്ത്രിസഭയിൽ ഒരു വീണയുണ്ട്. 2 വീണമാരും കൂടി നാട് മുടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ നിലയിലേക്ക് കേരളത്തിലെ പൊതുസമൂഹം പൊതുസമൂഹത്തെ